ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കുറെ അടിപൊളി ഐറ്റംസ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. കാരണം സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഓഗസ്റ്റ് മാസത്തിന്റെ പ്രത്യേകത അതാണല്ലോ, ഓഗസ്റ്റ് 15. അപ്പൊ നമുക്ക് എന്തായാലും സെയിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എവിടെ നോക്കിയാലുണ്ട്. പക്ഷെ ആമസോണിലാണെങ്കിൽ കുറച്ചുകൂടിയും നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്, അതും ബ്രാൻഡഡ് ഐറ്റംസില്ല. അപ്പൊ അങ്ങനെ വെച്ച് കുറച്ച് കളക്ഷൻ നമ്മൾ പിക്ക് ചെയ്തതാണ്. ഫസ്റ്റ് കളക്ഷൻ ഞാൻ ഇട്ട് തന്നെ വെച്ച് നോക്കാം. ഈ കളക്ഷൻ കാണുന്നേക്കാൾ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഷെൽമി. അപ്പൊ നമ്മുടെ ചാനലിലാണെങ്കിൽ കൂടുതൽ ഡ്രസ്സിന്റെ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിലത്തെ ഒരു കളക്ഷൻ, ഇനി ആമസോണിന്റെ ഈ ഒരു കളക്ഷൻ നോക്കാം. ഇത് 2 പീസിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത്. 2 പീസിന്റെ ഒരു കളക്ഷൻ, ഗോസ്ട്രിക്ക് ബ്രാൻഡിന്റെ. ടോപ്പ് നോക്കുകയാണെങ്കിൽ വീനെക്കാണ്. നെക്കിന് വൈസ് നോക്കുമ്പോൾ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, വീനെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ 3/4 ആണ് ഇതിന്റെ സ്ലീവ്. ഇതൊരു പാച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ഫ്രില്ലിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തു. ഈ സ്ലീവിന് എന്തോ പറയും, പെട്ടെന്ന് മറന്നു. എന്തായാലും അറിയുന്നവരാണെങ്കിൽ പ്ലീസ് കോമന്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ഇതാണ് സ്ലീവ് വരുന്നത്. ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. കുറച്ച് ലൂസാണ്, കുറച്ച് ലൂസാണ്. പക്ഷെ ലൂസും ആ ഒരു കംഫർട്ടബിൾ രീതിയിൽ ഞാൻ എടുക്കുന്നു. കാരണം എനിക്ക് കുറച്ച് ലൂസ് ഇടാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ് വരുന്നത് പ്ലെയിൻ ഒരു പലാസോ ടൈപ്പില് സെയിം ടോൺ കളറിലാണ് വരുന്നത്. ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാണുന്നത് മൊത്തം പ്രിന്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഹാൻഡ് വർക്കോ എംബ്രോയിഡറി വർക്കോ ഒന്നും കാണില്ല. അത് ഫ്രണ്ടിലായാലും ശരി ബാക്കിലായാലും ശരി ഫുൾ ഓവറോൾ ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഒരു ഒറ്റ ഷെയ്ഡുള്ള കേട്ടോ. ഇതിന്റെ റേറ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. ഇപ്പൊ ഞാൻ റീസെന്റ് മേടിച്ചതാണ്. ഞാൻ 1-ാം തീയതി മേടിച്ചു, 2-ാം തീയതി 3-ാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് ഡെലിവറി ആയി. ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതിന്റെ കളേഴ്സ് ഒന്നുമില്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തു. മെറ്റീരിയൽ അറിയണം അല്ലേ? ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പക്ഷെ ഇടുമ്പോൾ കംഫർട്ടബിൾ ഉണ്ട്. മെറ്റീരിയൽ ഇപ്പോൾ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയാലും ഇടാൻ സുഖമുണ്ട് കേട്ടോ. ആ ഒരു മെറ്റീരിയലിനെ കുറച്ച് ലൂസ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇടാൻ സുഖം. എന്തായാലും ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈ ആണ് ഈ ബഡ്ജറ്റ്, ഈ റേഞ്ച് വൈസ് നോക്കുമ്പോൾ. അടുത്തേക്ക് കയറിയാലോ. എല്ലാം പ്രാവശ്യം ഞാനല്ല ആമസോണിന്റെ വീഡിയോയിൽ ഡ്രസ്സ് ഇട്ട് കാണിച്ചിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പൊ അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ റിവ്യൂ ആയിട്ട് പറയാറ്. അപ്പൊ ഒരു മാറ്റിപ്പിടുത്തം. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ വേറൊരു കുട്ടീനെ കൊണ്ട് ഒരു ഡ്രസ്സ് ഇടിപ്പിച്ച് ആളുടെ റിവ്യൂ കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കളക്ഷൻ. അപ്പൊ നല്ല അടിപൊളി ഒരു പീസാണ്. അത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. ഇനി ഇത് വെയർ ചെയ്തിട്ട് ഇതിന്റെ കംഫർട്ടബിൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം നമുക്ക്. ഇത് എങ്ങനെയുണ്ട് ഇട്ടിട്ട്? എങ്ങനെയുണ്ട് ഇട്ടിട്ട്? നല്ല കംഫർട്ട് ഉണ്ട് ചേച്ചി, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് കോട്ടനും കൂടിയാണ്. നമുക്ക് ഇട്ട് ഡെയിലി വെയറിനൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ വൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു സീ ത്രൂ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ചെറിയൊരു സീ ത്രൂ ആണ്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ, നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇനി ഫ്ലവർ ഒക്കെ നോക്കിയാ അടിപൊളി. ഇങ്ങനെ കളർ, ഇതിന് എത്ര കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ, നമ്മൾ ഫ്ലവറിൽ കാണുന്ന ആ ഒരു കോമ്പിനേഷനിലാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് കോട്ടൺ മെറ്റീരിയലാണ്. ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. ഇത് ഫ്ലീറ്റ് ആണല്ലേ ഇതിന്റെ മെയിൻ? ചെറിയൊരു ഫ്ലീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് ഒരു ഇതുപോലെ സ്ലിറ്റഡ് ടൈപ്പ് ആണ് വന്നേക്കണത്. സ്ട്രെയിറ്റ് പാന്റ് ആണ് കേട്ടോ. സെയിം ആ ഒരു ടോൺ ടു ടോണിൽ എന്ന് വെച്ചാൽ ആ സെയിം പ്രിന്റിൽ തന്നെ. ഇപ്പൊ എല്ലാവർക്കും ആ ടോപ്പിലത്തെ സെയിം പ്രിന്റ് തന്നെയാണ് പാന്റിലേക്കും വേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോട്ട് സെറ്റ്. അപ്പോൾ ഞാനും ഇട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു തന്നെ കോട്ടൺ മെറ്റീരിയലുള്ളതാണ്. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസാണ്. ലാർജ് സൈസ് ആണ്. എല്ലാവരും വാങ്ങണം, നല്ല അടിപൊളി ഐറ്റം അല്ലേ? സൂപ്പർ പെർഫെക്റ്റ് അല്ലേ? ഇൻഡോറ ബ്രാൻഡ് ആണ് കേട്ടോ, ലാർജ് ആണ് സൈസ്. ഫിയോറ ബ്രാൻഡിന്റെ 2 പീസിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ ആണ് ഇപ്പൊ കാണിക്കുന്നത്. കാരണം ഇതിൽ പ്രിന്റ് കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനില്, അതും സ്ലീവ്ലെസ്. ഇപ്പോഴത്തെ ട്രെൻഡ് അത് നല്ല അടിപൊളി ഷേപ്പിൽ കിടക്കുന്ന ഒരു സംഭവം കേട്ടോ. എന്റെ ഒരു എക്സ്പ്രഷനിൽ തന്നെ അത് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അംബ്രേല സ്റ്റൈലാണ്, സെമി അംബ്രേല സ്റ്റൈൽ, ഒരു എ-ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എ-ലൈൻ സ്റ്റൈലിലാണ് ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നത്. പ്രിൻസസ് കട്ട് അല്ല, പാനൽ കട്ട് പോലെ. പാനലാണ്, പ്രിൻസസ് ആണ്. എന്തായാലും 2 സ്റ്റിച്ച് സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിനില് വരുന്നതാണ്. വേറെ പ്രിന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിന്റെ കൂടെ പാന്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ. പാന്റും സെയിം ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ പ്ലെയിൻ സോളിഡ് ഷെയ്ഡ്. സിമ്പിൾ ഡെയിലി വെയർ ഓഫീസ് വെയറിനൊക്കെ പറ്റിയ അടിപൊളി സംഭവമാണ്. ലാർജ് സൈസ്
എടുത്തോ മക്കളെ, റെക്കമെൻഡ് പീസ് ആണ് കേട്ടോ. സ്റ്റോക്ക് തീരുന്നേക്കാളും മുന്നേ വേഗം എടുത്തോ. ആമസോണിൽ വേഗം എന്നുവെച്ചാൽ റേറ്റ് വൈസ് നോക്കുമ്പോൾ അഫോർഡബിൾ റേഞ്ച്, മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ റയോൺ മെറ്റീരിയൽ, ടോട്ടലി നമുക്ക് പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീബ ബ്രാൻഡിന്റെ ഒരു സിംഗിൾ കുർത്തിയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ഒരു സൈഡ് കട്ട് തന്നെയാണ്. പക്ഷേ സൈഡ് കട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടം കൊണ്ടുള്ള സൈഡ് കട്ട് അല്ല, കുറച്ചുകൂടി ഇറങ്ങിയിട്ടുള്ള ഒരു സൈഡ് കട്ടാണ്. 2 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, ഇതൊരു ലൂസ് ഫിറ്റ് ആണ് വരുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് 40 സൈസ് ആണ്, എന്ന് വെച്ചാൽ ലാർജ് സൈസ് ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് റിസീവ് ചെയ്തത് 42 സൈസ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ ഇത് ഒരു എക്സ്ചേഞ്ചിന് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 40 കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ചുക്കിൻ ചുളിഞ്ഞതൊന്നും ഞാൻ അയൺ ചെയ്യാൻ പോയിട്ടില്ല, അങ്ങനെ തന്നെ എടുത്ത് ഇട്ടതാട്ടോ. എന്തായാലും ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ബീബ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം തന്നെ നമുക്ക് പിന്നെ ക്വാളിറ്റിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നാലും ഇതൊരു റയോൺ മെറ്റീരിയൽ ആണ്, നല്ല വിസ്കോസ് റയോൺ മെറ്റീരിയൽ വരുന്നതാണ്. നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നെക്ക് പോർഷനിൽ ചെറുതായിട്ട് ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങും അതുപോലെ കുറച്ച് ഡീപ്പാണ് ഇപ്പൊ നെക്ക് നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ലൂസ് ആയതുകൊണ്ടാണെന്ന് വെച്ചാൽ 42 സൈസാണ് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണ് ഇത് ഇറങ്ങി നിൽക്കുന്നത്. നമ്മുടെ കറക്റ്റ് സൈസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിൻ നല്ല ഷെയ്ഡിൽ നല്ലൊരു പ്രിറ്റി ലുക്ക്, പ്രിറ്റി ഷെയ്ഡാണ് വരുന്നത്. പിന്നെ സ്ലീവ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് 3/4 ആണ്. ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ പ്രിന്റ് പോലെ ഫീൽ ചെയ്യും, പക്ഷെ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഓവറോൾ എനിക്ക് തുണി വൈസ് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഞാൻ ഇത് റിട്ടേൺ കൊടുക്കില്ല, ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ട്രൂ സൈസ് ഞാൻ മേടിക്കട്ടെ. എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് മിസ്സിംഗ് വരാൻ സാധ്യത ഉണ്ടല്ലോ. എന്തായാലും ക്വാളിറ്റി അടിപൊളിയാണ്, ഒരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലൂസ് ഫിറ്റ് ആണെങ്കിൽ ഈ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഹൈലി റെക്കമെൻഡ് പീസ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും എക്സ്ചേഞ്ച് ചെയ്ത് എന്റെ ട്രൂ സൈസ് മേടിക്കാനുള്ള പരിപാടിയാണ്. ഓവറോൾ അടിപൊളി ബീബ ബ്രാൻഡ്. വുമനിസ്റ്റ ബ്രാൻഡിന്റെ 3 പീസിന്റെ ഒരു കുർത്തി സെറ്റ് ആണ് കേട്ടോ. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3/4 ആണ് ഇതിന്റെ സ്ലീവ് എൻഡ് പോർഷനിൽ കുറച്ച് ഇങ്ങനെ ഒരു സെമി അംബ്രേല ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പിന്നെ മെറ്റീരിയൽ ആണ് എനിക്ക് പറയാനുള്ളത്, അടിപൊളി മെറ്റീരിയൽ, ഓർഗൻസ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. സ്ട്രേറ്റ് ഫിറ്റ് അല്ല, ഇത് ഒരു ഏലിയൻ സ്റ്റൈലിലാണ് ഇതിന് വന്നിരിക്കുന്നത്. ലെങ്ത്തും അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ വൈസ് ആയാലും ഇതിന്റെ ഒരു പാറ്റേൺ ഡിസൈൻ എല്ലാം കൊണ്ടും ഭയങ്കര കംഫർട്ടബിൾ, ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കൂടിയാണ് വുമനിസ്റ്റ ബ്രാൻഡ്. അവർക്ക് സാരീസിലായാലും കുർത്തീസിലായാലും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഇനി ഈ കാണുന്നത് ഒരു സിംഗിൾ പീസ് അല്ല, ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാന്റും വിത്ത് ദുപ്പട്ട അടക്കം വരുന്നുണ്ട്. പാന്റ് നോക്കുകയാണെങ്കിൽ സെയിം ഈ ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ദുപ്പട്ട ഇപ്പൊ എന്റെ കയ്യിലില്ല, ആക്ച്വലി അത് കാരണം മറന്നു വെച്ചുപോയി. ദുപ്പട്ട പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. ഓവറോൾ ഇതൊരു ഫെസ്റ്റിവൽ ലുക്കാണ്, ഫെസ്റ്റിവൽ വെയർ ആയിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ്. കളർ ചേഞ്ചസ് ഒന്നുമില്ല, ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പൊ മിസ് ചെയ്യേണ്ട ഈ ഒരു അടിപൊളി സെയില് നല്ല ഓഫ് റോഡ് കൂടിയിട്ട് കിട്ടുന്നത് 800 ഒക്കെ, ചിലപ്പോൾ അതിന്റെ ഒരു പകുതിക്കൊക്കെ റേറ്റ് നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് മിസ് ചെയ്യണ്ട കേട്ടോ. എന്തായാലും അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ്. ആമസോണിൽ ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ലിങ്ക് ത്രൂ കയറി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ അത് ത്രൂ നിങ്ങൾക്ക് ആമസോണിൽ കയറി കഴിഞ്ഞാൽ വേറെ എത്രയോ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഏതെങ്കിലും നിങ്ങൾ വിലക്കുറവുകളോ നോക്കിയിട്ട് പിക്ക് ചെയ്തോട്ടോ. ഇപ്പൊ സെയിലുള്ള സമയമാണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.